സത്യം സത്യം സത്യം. ഒന്നുമേ അസാധ്യമേ ഇല്ല. ഇന്ന് പകലില് പറഞ്ഞാട്ട് അസാധ്യമേ വഴി മാറുക, വഴി മാറുക. അസാധ്യമേ വഴി മാറുക. ആമേൻ ജീസസ്. ആമേൻ ജീസസ്. അതിന്റെ 42-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചേ. പ്രിയ ദൈവസഭേ, ഒരു മറിയ അവർക്ക് അല്പമേ വേണ്ടു. അവള് നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയ മറിയമാരെ, ഈ ലോകത്തിൽ കാണുന്ന എല്ലാം വേണ്ടതേ ഒരല്പം മതി. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടോ, വേർപാടുണ്ടോ, ദൈവം വചനാടിസ്ഥാനത്തിലാണ് നമ്മെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ പണിയപ്പെടുന്ന ഒരു കർത്താവുണ്ട്. ഈ മറിയയ്ക്ക് അല്പമേ വേണ്ടു. ദൈവത്തിന്റെ കൃപ മാത്രം മതി, ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം മതി. അവൾക്ക് അല്പമേ വേണ്ടു. താഴോട്ട് വായിച്ചേ. എന്നാൽ അല്പമേ വേണ്ട, വേണ്ടു, ഒന്ന് മതി, ഒന്ന് മതി. ക്രിസ്തു മാത്രം മതി, ക്രിസ്തു മാത്രം മതി. ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി കുലക്കളത്തിൽ യാഗമായി തീർന്നു. അവസാനത്തെ തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ആ കാൽവരി കുലക്കളത്തിൽ ഊറ്റി തന്നത് ആ യേശുവിന്റെ രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചാൽ അല്പം മതി, ഒന്ന് മതി, ഒന്ന് മതി. ലോകത്തിലുള്ള മറ്റൊരു ദൈവങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്തതോ എന്റെ നസ്രത്തുകാരന്റെ യേശുവിനെ ചെയ്യുവാൻ കഴിയും. അല്പം മതി. ആമേൻ. താഴോട്ട് വായിച്ചേ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയ ദൈവസഭയെ, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് അപഹരിച്ച് കളയുവാൻ ആർക്കും കഴിയത്തില്ല. ഈ ലോകത്തിൽ ഒരു നിന്ദയ്ക്കും അപഹരിച്ച് കളയുവാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ ഒരു കൂട്ട സഹോദരിക്ക് മറിയയുടെ മേൽ ദൈവം നൽകിയ അധികാരത്തെ അപഹരിച്ച് കളയുവാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം മറിയമാരെ, ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ ഈ മീറ്റിംഗിന്റെ നടുവിലോ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമെങ്കിലോ ഇതുവരെ നിങ്ങളിൽ നിന്ന് അപഹരിച്ച് കൊണ്ടുപോയതിനെ ഇന്ന് പകലിലോ നിങ്ങൾക്കൊന്നും കൂടെ സമർപ്പിക്കാൻ കഴിയുമെങ്കിലോ ഈ കാലഘട്ടത്തിൽ അറിയുന്ന മറിയമാരാക്കി എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഈ മറിയമാരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയോ. ആമേൻ ജീസസ്. ഒരാത്മാവിന്റെ വില സർവ ലോകത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ്. നമ്മളെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ഒരാത്മാവിന്റെ വിലയ്ക്ക് വേണ്ടിയല്ലേ? അഭിഷേകത്തിലൂടെ ഇവിടെ എസ്തേറിന്റെ പുസ്തകം ആമേൻ വിളംബരം ചെയ്തത് പോലെ ഈ സമയത്ത് ദൈവസഭയെ തോട്ടത്തിനകത്ത് എന്റെ ദൈവം തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്ന അഭിഷക്ത മറിയമാരും അഭിഷക്ത ഗണവും ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ മറ്റൊരു സ്ഥാനത്തുനിന്ന് രക്ഷ വരും. അവരെ രക്ഷിക്കും. പക്ഷെ നമ്മളിലൂടെ ആയിരിക്കത്തില്ല, സമർപ്പണമുള്ളവരിലൂടെ കർത്താവ് ചെയ്യും. ആമേൻ. അവരെ കർത്താവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് സമർപ്പണമുള്ളവരിലൂടെ കർത്താവ് ചെയ്യും. നമ്മൾ അതിനായി ഒരുക്കമല്ലെങ്കിൽ, നമ്മൾ അതിനായി സമർപ്പിച്ചില്ല എങ്കിൽ നമ്മളെ തിരഞ്ഞെടുത്തതിന്റെ കണക്ക്
ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, പ്രിയ ദൈവദാസിമാരെ, ദൈവസഭയെ, എന്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു അല്പം പറഞ്ഞോട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഒരു അല്പം പറഞ്ഞോട്ടെ. എന്റെ സാക്ഷ്യം പറയണമെങ്കിൽ ഈ എത്ര ദിവസം പറഞ്ഞാലും അത് തീരത്തില്ല. പക്ഷേ നിങ്ങളെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഒരു അല്പം പറഞ്ഞോട്ടെ. എന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. അതാണ് എന്റെ സാക്ഷ്യം. പക്ഷേ എനിക്ക് എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണമെന്ന് എനിക്കറിയത്തില്ല. ആയതുകൊണ്ട് സാക്ഷ്യമൊന്നും അങ്ങനെ പറയാറുമില്ല. പക്ഷേ ഇന്ന് ഈ മറിയമാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു അല്പം പറഞ്ഞോട്ടെ. എന്റെ അച്ഛൻ ആരെ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ 6 സഹോദരങ്ങളാണ്. എന്റെ അച്ഛന് ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നത്. എന്റെ അച്ഛനെല്ലാം വിറ്റ് നശിപ്പിച്ച് എന്റെ അച്ഛൻ മദ്യപിച്ച് വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് അല്ലാത്ത ദിവസമെല്ലാം ഓടക്കകത്ത് കിടക്കുമായിരുന്നെന്ന് വന്നിട്ട് ഏക്കറുകണക്കിന് സ്വത്തുണ്ടായിരുന്ന എന്റെ അച്ഛൻ എല്ലാം നശിപ്പിച്ചിട്ട് ഒരു ഓല കുത്തി മറച്ചിങ്ങനെ ഓലക്കീറിട്ട് റബ്ബറിന്റെ ഇടയില് ഞങ്ങൾ ഓർമ്മ വെച്ചപ്പോൾ 6 കുട്ടികൾ ഇങ്ങനെ കിടക്കുകയാ. പ്രിയ ദൈവസഭയെ, പക്ഷേ എന്റെ അമ്മ ആഹാരത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അമ്മയുടെ അടുക്കൽ കിടന്ന 6 കുട്ടികൾ നിലവിളിക്കുന്നത് നീ ചോദിക്കുമ്പോൾ അമ്മയെ ഉപദ്രവിച്ച് സുഖബോധമില്ലാത്ത മനുഷ്യനെ ഉപദ്രവം സഹിക്കവയ്യാതെ എന്റെ അമ്മ ഞങ്ങൾ 6 എണ്ണത്തെയും വാരി കിണറ്റിനകത്ത് എറിഞ്ഞിട്ട് എന്റെ അമ്മയും കൂടെ ചാടി മരിക്കുവാൻ വേണ്ടി പലവട്ടം ശ്രമിച്ചിട്ടും എന്റെ യേശു കർത്താവ് ഞങ്ങളെ കൊന്നുകളയുവാൻ അനുവദിച്ച ദൈവമല്ലേ അല്ല. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങനെയുള്ള ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ഇന്ന് നടത്തുന്ന ദൈവമാണ്, എന്നെയും ഇന്ന് നടത്തുന്ന ദൈവമാണ്. തന്നെയുമല്ല, ഞങ്ങൾ ഓർമ്മ വെച്ച് വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ച അമ്മയാര്, അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞ് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അമ്പലങ്ങളിൽ പൂജയും കർമ്മവും ചെയ്ത് ജീവിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഓർമ്മ വെച്ച് വന്നപ്പോൾ ഈ റബ്ബറിന്റെ ഇടയിൽ ഇങ്ങനെയാ കിടക്കുന്നത്. വലിയ വലിയ അട്ടകൾ ഇത്ര നീളമുള്ളത് റബ്ബറിന്റെ ഇടയിലൊന്ന് ഞങ്ങളെ ദേഹത്തൂടെ കയറി ഇറങ്ങാറുണ്ട്. ഞങ്ങൾ വിശന്ന് നിലവിളിക്കുന്നത് നാട്ടുകാർ കേട്ടിട്ട് കട്ടക്കോട് ഗവൺമെന്റിൽ പോയി പറഞ്ഞു 6 പട്ടിക്കുട്ടികള് ഞങ്ങളെ ദേശത്ത് കിടന്ന് നിലവിളിക്കുകയാ. 6 പട്ടിക്കുട്ടികൾ ചത്തു തീർന്നതിന് മുൻപായി നിങ്ങൾ ഈ ഗവൺമെന്റുകാർ വന്ന് ഏറ്റെടുക്കണമെന്ന്. ഗവൺമെന്റുകാർ വന്നിട്ട് യേശു പാപ്പ ഞങ്ങളെ വിട്ടില്ല. പക്ഷേ സത്യദൈവമാരെ എന്ന് ഞങ്ങൾ അറിയേണ്ടതിനായി യേശു കർത്താവ് ഊഴിയവേല ചെയ്യിക്കുവാൻ ഞങ്ങളെ ഫറവോന്റെ അടുക്കൽ അയച്ചില്ല. ഈ ലോകത്തിലെ നന്മയ്ക്ക് വേണ്ടി അല്ലെന്നേ എന്നെ നിങ്ങളെ യേശു സൃഷ്ടിച്ചത്. ഈ ലോകത്തിലെ നന്മകൾ ഇന്ന് നിന്നു പോകും. ഒരിക്കലും നിന്നു പോകാത്ത നിത്യമായ ഒരു നന്മയുണ്ട്. ആ നന്മയുടെ അനുഗ്രഹമാണ് നമ്മുടെ അനുഗ്രഹം. പ്രിയ ദൈവസഭയെ, തന്നെയുമല്ല ഞങ്ങളെ കാഞ്ഞിരംകുളം തപ്പുവന്റെ വീട്ടില് കൊണ്ടുചെന്നപ്പോൾ നാട്ടുകാർ കാണുവാനായി കടന്നു വരുമെന്ന് നാട്ടുകാർ പറഞ്ഞത് ഇതാറെണ്ണത്തെയും ഒരു കുട്ടയ്ക്കകത്ത് പറക്കി വെക്കാം. പക്ഷേ കോഴി അടവച്ച് തള്ളക്കോഴി ചത്തുപോയി. 6 കുഞ്ഞുങ്ങളും ചത്തുപോകും, ഒന്നുപോലെ രക്ഷപ്പെടില്ല എന്ന് ലോകത്തിന്റെ വിധികളെ തിരുത്തി എഴുതുന്ന എന്റെ രക്ഷകൻ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നപ്പോൾ ലോകത്തിന്റെ വിധികളെ തിരുത്തി എഴുതി ഞങ്ങളെ രക്ഷിച്ച ഒരു നാഥനുണ്ട്, ഞങ്ങളെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ആമേൻ ജീസസ്. ഞങ്ങള് 6 എണ്ണവുമായി നേരം വെളുക്കുമ്പോൾ നല്ലൊരു വീട് കാണുമ്പോൾ 6 എണ്ണം തെരുവ് നായികളെ പോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, ഒരു വസ്ത്രത്തിന് വേണ്ടി ഓടി നട
ഉടുക്കുന്ന വസ്ത്രങ്ങൾ കീറി തുന്നിയത് ഞങ്ങൾക്ക് മറച്ചു പിടിക്കുവാൻ തന്നു. പക്ഷെ ഞങ്ങൾ നല്ല പ്രായമായിട്ട് ഞങ്ങൾ ശരീരത്തിൽ വസ്ത്രമില്ലാതെ വെറും ആരെങ്കിലും തരുന്ന കണ്ടം തുണി മാത്രം ഇങ്ങനെ ചുറ്റി വെച്ച ഞങ്ങൾ ഭിക്ഷക്കാരായി നടക്കുമ്പോൾ ഒരു സ്വർഗീയ രാജാവ് എന്നെ തേടി വന്നു. ആമേൻ. ഞങ്ങൾ കരയുമ്പോൾ നീ എന്തിന് കരയുന്നു എന്ന് ചോദിപ്പാൻ ഞങ്ങൾ കാര്യമില്ലാതിരുന്നപ്പോൾ ഞങ്ങൾ കരഞ്ഞപ്പോൾ ഞങ്ങളെ തേടി വന്ന ഒരു യേശു. ആമേൻ. ജീസസ്. പ്രിയ ദൈവസഭയെ, വർഷങ്ങൾ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. കാഞ്ഞിരംകുളം സഭയിൽ ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആരുമില്ല, പക്ഷേ ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല. കാഞ്ഞിരംകുളം സഭയിലോ നേരെ വാതിൽ കൂടെ കയറാൻ പറ്റത്തില്ല. എനിക്ക് ഒരു മനുഷ്യന്റെ മുഖത്ത് ഞാൻ നോക്കത്തില്ല, ഒരു മനുഷ്യനോട് സംസാരിക്കത്തില്ല. പക്ഷെ എനിക്ക് എന്താണ് അവർ പറയുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ആ സൈഡ് വാതിൽ കൂടെ കയറി ആ സൈഡ് വാതിലിരുന്ന് വർഷങ്ങൾ കരഞ്ഞിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോകും. എന്റെ സങ്കടം പറയുവാൻ എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ല. അങ്ങനെ ഇറങ്ങിപ്പോകും. ഒരു ദിവസമായപ്പോൾ എന്റെ നസ്രത്തുകാരനായ യേശു എന്നെ പടിവാതിൽക്കൽ തേടി വന്നു. ആരും തൊടാതെ ആരും പറയാതെ എന്നെ അഭിഷേകം ചെയ്തു. അഭിഷേകമാണ് ഞാൻ ഇന്നും ഈ ഭൂമിയിൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ആയിരിക്കുന്നത്. ആമേൻ. എനിക്ക് വേണ്ടി ആ അഭിഷേകത്തിന് എഴുന്നേറ്റ് നിന്ന് ആദ്യം സാക്ഷ്യം പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു വ്യക്തിയും കൂടെ യേശു കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന്. പക്ഷേ പ്രിയ ദൈവസഭയെ, ഞാൻ മരണത്തിന് വേണ്ടി ഓടി നടക്കുന്ന സമയമായിരുന്നു. ആമേൻ. യേശു എന്റെ മേൽ വന്നപ്പോൾ എന്റെ കുടുംബം ഒന്നടങ്ക എന്റെ യേശുവിലേക്ക് കടന്നു വരികയാണ്. പ്രിയ ദൈവസഭയെ, എന്നോട് ആരും പറഞ്ഞില്ല ഞാൻ ഈ ലോകത്തിലെ ആഡംബരങ്ങൾ എന്ന് വെച്ചാൽ തള്ളയില്ലാത്ത മക്കൾ എന്ന് പറഞ്ഞ് കുറെ ഈ കളർ മുക്കിയ ആഭരണങ്ങളെല്ലാം വാങ്ങിയിട്ട് തന്ന് പൊട്ട് കൂട്ടേഴ്സ് അത് ഇതെല്ലാം ഇട്ട് ആഡംബരത്തോടെ നടക്കുമ്പോൾ ഈ അഭിഷേകം വീണപ്പോൾ ഞാൻ പാസ്റ്ററുടെ അടുക്കൽ പോയി പറഞ്ഞു, പാസ്റ്റേ, ചില മാസങ്ങൾ വചനം കേട്ട് വന്നപ്പോൾ ആയതുപോലെ മറിയ യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തു. ആയതുപോലെ ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം കേട്ട് വന്നപ്പോൾ ആരും പറയാതെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ പാസ്റ്ററുടെ അടുക്കൽ പോയി പറഞ്ഞു, പാസ്റ്റേ, എനിക്ക് സ്നാനപ്പെടണം. പാസ്റ്റർ പറഞ്ഞു, സുഭാഷിണി ഇപ്പോൾ സ്നാനപ്പെടണ്ട. ഞാൻ കേട്ട്, എന്ത് പാസ്റ്റേ, അത് എങ്ങനെയുള്ള അമ്മയില്ല അപ്പനില്ല, എങ്ങനെയുള്ള വിവാഹാലോചനയാണ് വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ സ്നാനപ്പെടണ്ട. ഞാൻ പറഞ്ഞു, പാസ്റ്റേ, ഇവിടെ വിവാഹം ചെയ്ത് ധനവാനെ പോലെ അടിച്ച് പൊളിച്ച് ജീവിച്ച് എനിക്ക് നിത്യ നരകത്തിൽ പോകാനല്ല പാസ്റ്റേ എനിക്ക് സ്നാനം. മധ്യാകാശത്തിങ്കൾ മണിപ്പന്തല് തന്റെ മണവാട്ടി സഭയെ ചേർപ്പാൻ എന്റെ യേശു വീണ്ടും വരും, എന്റെ യേശു വീണ്ടും വരുമെന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ അപ്പന്റെ വീട്ടിൽ പോകാൻ സ്നാനം. ഞാൻ സ്നാനപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ എന്റെ അമ്മയുടെ അമ്മ മുറുക്കാൻ ഇടിച്ചു തന്നുകൊണ്ടിരുന്ന എന്റെ അമ്മച്ചിയും കൂടെ സ്നാനപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം സ്നാനപ്പെട്ടു. അന്ന് ഞാൻ ഉടുക്കാൻ വെള്ള വസ്ത്രം ഉടുക്കുവാൻ ആഗ്രഹിച്ചു കൊതിച്ചു. ഞാൻ ആരോട് ചോദിക്കുവാൻ ആരുമില്ല. ഇപ്പോൾ എന്റെ കർത്താവിന്റെ ദാസി ഇവർക്കറിയാം, വിദേശ വസ്ത്രങ്ങൾ കർത്താവ് എനിക്ക് ആമേൻ പലയിടങ്ങളിൽ നിന്ന് അവരിലൂടെയും യേശു എനിക്ക് തരുന്നുണ്ട്. ചില മീറ്റിംഗിൽ വെച്ച് ചിലരെ ഫ്രണ്ടിൽ വിളിക്കാം, ദൈവത്തിന്റെ അരുളപ്പാട് കൈമാറും. അവരിന്ന് വിവിധ രാജ്യങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അവിടുത്തെ വെള്ള വസ്ത്രങ്ങളെ കർത്താവ് എനിക്ക് നൽകുവാനിടയായി. പ്രിയ ദൈവ പൈതലേ, ഒരു വിദ്യാഭ്യാസം അറിഞ്ഞുകൂടാത്ത എന്റെ ജീവിതം 3 ബാലന്മാരെ വലിച്ചെറിഞ്ഞതുപോലെ എല്ലാവരും പറയും കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ വിചാരിക്കും ചായ കടയ്ക്കകത്തെന്ന് എന്തെങ്കിലും ചില്ലറ കാശ്
പക്ഷേ എല്ലാ ദൂതുകളെയും ഞാൻ ചവിട്ടി മെതിച്ച് ആ പുറങ്കാല കൊണ്ട് തട്ടിക്കളിച്ച് അങ്ങനെ കടന്നു പോയപ്പോൾ ഒരു 7 മടങ്ങ് തിരിച്ചുള്ളതിലേക്ക് 3 ബാലന്മാരെ വലിച്ചെറിഞ്ഞതുപോലെ എന്നെ ഒരു കാലഘട്ടത്തിൽ വലിച്ചെറിഞ്ഞ അവിടെ തിരിച്ചുള്ളയിൽ കിടന്നുകൊണ്ട് ഞാൻ മരണത്തിന് വേണ്ടി ഓടുകയാ. അനേകർ പറയൂ, നീ മരിക്കേണ്ട വ്യക്തിയല്ല, മരണത്തിലേക്ക് പോകുന്നവരെ ജീവനിലേക്ക് നയിക്കേണ്ട വ്യക്തിയാ. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കും, ആരെങ്കിലും എന്നെ സഹായിക്കാനായി വരുന്നുണ്ടോ എന്ന്. പക്ഷേ ദൂത് പറഞ്ഞവർ ആരുമില്ല, ഒരു മനുഷ്യരുമില്ല. ഘട്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ എന്റെ നസ്രത്തുകാരനായ യേശു, എന്നോട് വാഗ്ദത്തം ചെയ്ത യേശു എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും എന്റെ യേശുപ്പയുമായി തീച്ചുളയിൽ നിന്ന് കയറി വരുമ്പോൾ ഒരു വചന വെളിപ്പാട് യേശു ആരെങ്കിലും തലയെ കുലുക്കിയപ്പോൾ വീണ വചന വെളിപ്പാടല്ല, ആരെങ്കിലും തലയെ കുലുക്കിയപ്പോൾ വീണ അഭിഷേകമല്ല. പ്രിയ ദൈവസഭയെ, ആമേൻ, ഈ ഒരു അഭിഷേകമാണ് എന്റെ ജീവിതം മാറ്റിയത്. നിന്നിൽ ഒരു അഭിഷേകത്തിന് വേണ്ടി നിന്റെ അടുത്ത ഘട്ടത്തിൽ നിന്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ ദൈവം അറിയാതെയല്ല നീ പരിശോധനകളിലൂടെ കടന്നു പോകുന്നത്. ദൈവം അറിയാതെയല്ലേ നിന്റെ തലയിലെ എല്ലാ മുടികളെയും എന്റെ കർത്താവ് എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഒന്ന് നിലത്ത് വീഴണമെങ്കിൽ എന്റെ ദൈവം അറിയാതെ ഒന്ന് നിലത്ത് വീഴത്തില്ല. പക്ഷേ ഞങ്ങൾ പട്ടിക്കുള്ള വേസ്റ്റ് ചെന്ന് ചോദിച്ചു വാങ്ങിച്ചു കൊണ്ടുവച്ച് കഴിച്ചിട്ടുണ്ട്. പട്ടിക്കുള്ള പാത്രത്തിനകത്തൊഴിച്ച് കഞ്ഞിക്ക് വേണ്ടി ഞങ്ങൾ 6 അടി കൂടിയിട്ട് എന്റെ മൂത്ത സഹോദരൻ അതോടെ നാട് വിട്ടുപോയി. വർഷങ്ങൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട് കട്ടപ്പന എന്ന് പറയുന്ന ഇടുക്കി എവിടെയൊക്കെ അവൻ അകപ്പെട്ട് 4 പെങ്ങന്മാരുണ്ട്, അവരെ കെട്ടിച്ചു കൊടുക്കുവാൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഏതോ പണിക്ക് കയറിയപ്പോൾ അവൻ ജയിലിനകത്ത് അടയ്ക്കപ്പെട്ട് ഓരോ ദിവസവും അവൻ മരണം കാത്ത് ജയിലിൽ കിടക്കുമ്പോൾ പട്ടിക്കൊഴിച്ച കഞ്ഞി പാത്രത്തിൽ നിന്ന് പിടിച്ചതാ. ആമേൻ. വിശപ്പടക്കുവാൻ കഴിയാതെ. പക്ഷേ ഞങ്ങൾക്ക് അന്ന് ഫോണില്ല, ആരുമില്ല. ഞങ്ങൾ വീണ്ടും തെരുവ് നായ്ക്കളെ പോലെ നടക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ മരിച്ചു പോയെന്നാ ഞങ്ങൾ എല്ലാവരും കരുതിയത്. അമ്മ മരിച്ചു, അണ്ണൻ മരിച്ചു എന്ന് കരുതി. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നപ്പോഴാ പറയണം, ഓരോ ദിവസവും മരണം കാത്തു കിടന്നു. ഓരോ പോലീസുകാർ വന്ന് ഷൂട്ട് ചവിട്ടി ഉരുട്ടുന്നത്. ആമേൻ. കണ്ണ് മുഖത്തുകൂടെ പുതപ്പ് മൂടി കാണാൻ വയ്യാതെ കിടന്ന് നിലവിളിക്കുമെന്ന് വിശ്വം തോന്നിയതാണ്. പ്രിയ ദൈവസഭയെ, ആമേൻ, ഇന്ന് ഞാൻ പട്ടിക്കുള്ള വേസ്റ്റ് അല്ല കേട്ടോ തിന്നുന്നത്. ഇന്ന് 1-ാം തരം ഭോജന ആഹാരമാണ്. അതും ഞാൻ ഇരിക്കുന്ന ഇടത്ത് എനിക്ക് ആവശ്യമുള്ള ആഹാരം എനിക്ക് എത്തിക്കാറുണ്ട്. പ്രിയ ദൈവസഭയെ, എന്റെ സഹോദരങ്ങളെല്ലാം, ഇന്ന് ഞാൻ ഓലക്കീറിലല്ല കിടക്കുന്നത്. ഈ ശുശ്രൂഷയിൽ കർത്താവ് ഇറക്കിയതിനു ശേഷം 2 നില വീട് യേശു തന്നു. ആമേൻ. എന്റെ കയ്യിൽ 1 രൂപ ഇല്ലാതിരുന്നപ്പോൾ 2 നില വീട് യേശു തന്നു. തന്നെയുമല്ല, അനേക അഭിഷേകന്മാർ പറഞ്ഞു, നിന്റെ വീട്ടിനകത്ത് അനേകർ വന്ന് പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്ന ഒരു മണ്ഡലം കടന്നു വരാൻ പോകുന്നത്. ഞാൻ അതെല്ലാം പുറകാലുകൊണ്ട് തട്ടിക്കളിച്ചപ്പോൾ എന്റെ കർത്താവ് എന്നെ ശോധനകളിലൂടെ പിടിച്ച അനേക അഭിഷേകന്മാർ പറഞ്ഞതുപോലെ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നു. 1 വർഷമായപ്പോൾ 11 പേർ സ്നാനപ്പെട്ടു. ഇന്ന് 8 ചർച്ചകളായി. ഒരു മറിയെ, ഞാനിത് പറഞ്ഞു വന്നത്, ഒരു മറിയയിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന്, നിങ്ങളുടെ അനാഥത്വം ദൈവം മാറ്റുമെന്ന്, നിങ്ങളുടെ നിരാശ ദൈവം മാറ്റുമെന്ന് എനിക്കൊന്നറിയാം. ഞാൻ ഈ ഓർമ്മ വെച്ച നാള് മുതൽ ഈ നിമിഷം വരെയും
ഞാൻ 7 മടങ്ങ് തീച്ചുളയ്ക്ക് അകത്താൻ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ വിളിച്ചിട്ട് എന്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ, ഒരു ദൈവദാസി വിളിച്ചിട്ട് എന്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അവരൊക്കെ വാവിട്ട് കരയാറുണ്ട്. അവരെല്ലാം എനിക്ക് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ഈ വിഷയങ്ങളെല്ലാം സാക്ഷ്യവും പറയുവാൻ എനിക്ക് കഴിയത്തില്ല. ഈ അടുത്ത സമയത്തിലും വന്നു കയറിയ പ്രതിസന്ധി ഈ കർത്താവിന്റെ ദാസിക്കറിയാം. അവർ എന്നെ വളരെയധികം കഷ്ടതയുടെ നടുവില് എന്നെ കൊണ്ടു നടന്ന ഒരു കർത്താവിന്റെ ദാസിയ. ആമേൻ ജീസസ്. തന്നെയുമല്ല പ്രിയ ദൈവസഭയെ, നിന്നെ എന്നെ കർത്താവാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ മറിയേ, നിന്റെ വീട്ടിനകത്തൊരു ദൈവ പ്രവൃത്തി നടക്കും എന്ന് എന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ പട്ടണത്തിൽ നിന്നിലൂടെ ഒരു വാഗ്ദത്തം പ്രവർത്തിക്കുമെന്ന് ദൈവമാണ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ തീച്ചുളയിൽ വീണേക്കാം. നീ തീയിൽ കൂടെ നടന്നാൽ എന്ത് പാകത്തില്ല. അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല. പെരുവെള്ളം നിന്നെ മുക്കി കളയത്തില്ല. പെരുവെള്ളം നിന്റെ തലയ്ക്ക് മീതെ കവിയത്തില്ല. പ്രശ്നങ്ങൾ എത്ര വന്നാലോ, ആമേൻ, പ്രശ്നങ്ങൾ എത്ര വന്നാലോ, ആമേൻ, ആ പ്രശ്നങ്ങളുടെ നടുവിൽ യേശുവുണ്ട്. യേശുവുണ്ട്. പ്രശ്നത്തിന്റെ തലയ്ക്ക് മുകളിലല്ല, പ്രശ്നം നിന്റെ കാലിന്റെ കീഴിലാണ്. എല്ലാ നാമത്തേക്കാൾ മേലായ നാമം എന്റെ യേശുവിന്റെ നാമം. എന്റെ അച്ഛൻ ഞങ്ങൾക്ക് സമ്മാനിച്ചു വെച്ചിരുന്നത് 6 എണ്ണത്തിന് ജാതകം ഒരു പനയോല ഇലക്കിൽ എഴുതി വെച്ചിരുന്നു. ഞങ്ങൾ അതെല്ലാം എടുത്ത് കളഞ്ഞു. പക്ഷേ ജാതകമല്ല, കർത്താവ് നമ്മെ കുറിച്ചൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്. അതിൽ ശോധന വരും, കഷ്ടത വരും, പ്രശ്നം വരും, ഒറ്റപ്പെടൽ വരും, നിന്ന വരും, പരിഹാസം വരും. ആമേൻ. ഇതെല്ലാം ഏറി വരുമ്പോൾ ആമേൻ, ആപത്തോ വാളോ ഈർച്ച വാളോ ആ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പറ, ഈ സങ്കടത്തിനോ ഒന്നിനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ ഇവയ്ക്കൊന്നിനും കഴിയത്തില്ല. ഇവയ്ക്കൊന്നിനും കഴിയത്തില്ല. പ്രിയ ലീഡേഴ്സുമായിരിക്കുന്ന കർത്താവിന്റെ ദാസിമാരെ, എന്റെ സാക്ഷ്യം ഞാൻ ബാക്കി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ സഭയ്ക്കകത്ത്, നിങ്ങളുടെ പട്ടണത്തിനകത്ത് ഒരു വ്യക്തി മാനസാന്തരപ്പെടണമെന്ന് നിങ്ങളിലൂടെ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം മൗനമായി ഇരിക്കരുത്. ഞാൻ എല്ലാ ദൈവദാസിദാസന്മാരെടുത്ത് ഞാൻ പറയും, എനിക്കൊരു നിമിഷം പോലും പാഴായി ഈ ഭൂമിയിൽ ഇരുന്ന സമയം പോക്കുവാൻ എനിക്ക് സമയമില്ല. ആമേൻ. ഞാൻ പേരുണ്ടാക്കുവാനല്ല, പണം ഉണ്ടാക്കുവാനല്ല, സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുവാനല്ല, പ്രവൃത്തിക്ക് വേണ്ടിയല്ല, മറ്റൊന്നിനു വേണ്ടിയല്ല. കർത്താവിന്റെ ദാസിക്കറിയാം. പക്ഷേ ഞാൻ എല്ലാവരും പറയും, എനിക്ക് എന്റെ യേശു പാപ്പ ഞാൻ ചോദിക്കാതെ, എനിക്ക് അറിഞ്ഞുകൂടാത്തതായ ഒരു സാധനം എന്നെ ഏൽപ്പിച്ചു. ഒരു കുഞ്ഞ താളത്ത് എന്നെ ഏൽപ്പിച്ചു. ഒരു താളത്ത് കിട്ടിയ മനുഷ്യൻ അതിനെ ആമേൻ കുഴിച്ചിട്ടപ്പോൾ കർത്താവിന് തിരിച്ചു ചോദിക്കുമെന്നേ. നമ്മുടെ പോക്കറ്റ് മണിയല്ലേ, നമ്മുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലേ, നമ്മുടെ പേരുണ്ടാക്കുവാൻ വേണ്ടിയല്ലേ, നമുക്ക് പണം ഉണ്ടാക്കുവാൻ വേണ്ടിയല്ലേ. അടുക്കളയ്ക്കകത്ത് ആമേൻ ചാളയും കപ്പയും വെച്ച് തിന്ന് സമയം പോക്കുവാനല്ലേ, സമയം തക്ക
എനിക്ക് ആ വ്യക്തിയെ ഇരുട്ടും പല്ലുകടിയുമുള്ള സ്ഥാനത്ത് തള്ളിയിട്ടതുപോലെ എനിക്ക് ഈ ലോകത്തിലെ കഷ്ടത മാത്രം മതി. ഈ ലോകം നശ്വരമാണ്, ഈ ലോകം താൽക്കാലികമാണ്. ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ മനുഷ്യന്റെ ആയുസ് ഇങ്ങനെയൊക്കെ ഇന്ന് കണ്ട് പൂക്കളെ പോലെ വാടിക്കൊണ്ടിരിക്കുകയോ, ലോക സംഭവങ്ങൾ അങ്ങനെയൊക്കെ നമ്മളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയോ. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ആയതുകൊണ്ട് എനിക്ക് എന്റെ യേശുപ്പ തന്ന ആ താലന്തൊന്ന് വ്യാപാരം ചെയ്യണം. എന്റെ യേശുപ്പയുടെ വീട്ടിലൊന്ന് യേശുപ്പ നമുക്ക് വീട് ഒരുക്കുവാനായി കടന്നു പോയിരിക്കുന്നു. അവൻ വാസസ്ഥലം ഒരുക്കുവാനായി കടന്നു പോയിരിക്കുന്നു. ആ വീട്ടിലൊന്ന് എത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാ ദൈവദാസന്മാരോട് പറയുന്നത്. പ്രിയ ദൈവസഭയെ, ഞാൻ പറഞ്ഞ ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങൾ ഈ തെരുവ് നായ്ക്കളെ പോലെ നടന്നില്ലേ? ഇയാളുടെ ഈ വാക്തത്വം ഈ തീച്ചൂളയിൽ വീണതിന് ശേഷം ഞാൻ ട്രാറ്റുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. എസ്തേറിനെക്കുറിച്ച് അഭിഷേകത്തിൽ പറഞ്ഞത് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് ദൈവം ഇടപെട്ട വചനമാണ്. എനിക്കത് വായിക്കുവാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഞാൻ എന്റെ ചർച്ചിലെ ദൈവദാസനോട് ചോദിക്കും. ചിലപ്പോൾ ഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായിരിക്കും വചനം വെളിപ്പെടുന്നത്. ഓരോ കൺവെൻഷൻ വേദികളില് ഉന്നത അഭിഷേകന്മാരുടെ നടുവിൽ യേശു ഇരുത്തി ഇന്നും പല ഇടങ്ങളിലും കർത്താവ് ഇരുത്തിക്കൊണ്ടിരിക്കുക, കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുക. ആമേൻ. സഭയിൽ അവിടെ ഇരുന്ന് കരഞ്ഞത് ഒരു ഇതേപോലെയല്ല, ഒരു സെന്ററിന്റെ ഒരു വാർഷികത്തിന്റെ ഒരു ഉണർവ് യോഗത്തിന് എന്റെ യേശുപ്പ എന്നെ പുൽപ്പിറ്റിലിരുത്തി. അന്ന് കീറിയ വസ്ത്രം എടുത്തുകൊണ്ടിരുന്നത്, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കുവാൻ അറിയാത്തത്, അന്ന് മയക്കം പിടിച്ച് വിദേശ വസ്ത്രവുമായി എന്റെ പ്രാണപ്രിയൻ എന്നെ തിരഞ്ഞെടുത്ത് ഇരുത്തി. അന്ന് ഞാനിങ്ങ് പോകട്ട് സഭയ്ക്കകത്തുള്ള സാക്ഷ്യം തീർന്നു പോയില്ല. പലരും എനിക്ക് ആഹാരം തന്നവർ, വസ്ത്രം തന്നവർ എന്നെ ചേർത്ത് പിടിച്ചു. അവർ കണ്ണുനീർ ഒഴിച്ചത് എന്റെ സ്വർഗീയ തുരുത്തിയിലുണ്ട്. പ്രിയ ദൈവസഭയെ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ ദൈവപ്രവൃത്തി നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവസഭയെ, ഈ തെരുവ് നായ്ക്കളെ പോലെ നടന്ന ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു സഹോദരിയുടെ വീട്ടു ജോലി മൊത്തം തീരുന്നത് വരെ ഞാൻ അവിടെ ഇരിക്കും. ഞാൻ ചെന്നിരുന്ന് ഉത്സാഹിക്കും. നമുക്ക് യേശുവിന് വേണ്ടി പോകണം, യേശുവിന് വേണ്ടി പോകണം. യേശു വരാറായി, യേശു വരാറായി. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, യേശുവിന് വേണ്ടി പോകണം. അങ്ങനെ പോയി 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 ആമേൻ. അവിടെ സഭകളെ യേശു ഉണ്ടാക്കി. പക്ഷേ എങ്ങനെ? റെസീറ്റുമായി നടക്കും, ട്രാറ്റുമായി നടക്കും. ഒരു സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി തെരുവ് നായ്ക്കളെ പോലെ നടന്നതുപോലെ റെസീറ്റുമായി ട്രാറ്റുമായി നടന്നിട്ട് വയ്യുന്നത് വരെയും ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു പൈസ എടുക്കാതെ പൈപ്പിലെ പച്ചവെള്ളം മാത്രം കുടിച്ചിട്ട് ബസ് പോകാത്ത ഇട റോഡുകളിലെ കാല് കഴിക്കുമ്പോൾ കാല് നീട്ടിയിട്ട് കുറെ സമയം ഇരിക്കും. ഇരുന്നിട്ട് വീണ്ടും പോകും. പ്രിയ ദൈവസഭയെ, അന്ന് ട്രാറ്റുമായി റെസീറ്റുമായി നടന്നത് ഇന്ന് ഉന്നത ശ്രേഷ്ഠന്മാരുടെ നടുവിലോ ഉന്നത വേദികളിലോ എന്റെ പ്രാണപ്രിയൻ കരത്തിന് പിടിച്ചു നിർത്തുന്നുണ്ട്. നീ ഒരു പടി കർത്താവിന് വേണ്ടി ഇറങ്ങിയ 10 പടി യേശു നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. എന്റെ പ്രാണപ്രിയൻ കഞ്ഞൂല് വാങ്ങി പ്രവർത്തിക്കുന്ന ദൈവമല്ല, മുഖസ്തുതി നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ല, മുഖപക്ഷം നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ല. ഹൃദയം നിറങ്ങിയവർക്ക് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ യേശു രക്ഷിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം അനുസരിച്ച് കർത്താവ് പ്രവർത്തിക്കുന്നത്. ആമേൻ ജീസസ്. പ്രിയ ദൈവസഭയെ, ഇന്ന് പകൽക്കാലം എസ്തേർ രാജ്ഞിയെ പോലെ ആമേൻ ചില അധികാരങ്ങളെ ദൈവസഭയ്ക്കകത്തുള്ള
ചില കുടുംബങ്ങളുടെ വിടുതന്നെ, നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിന്റെ വിടുതന്നെ, എസ്തേർ രാജ്യം തിരഞ്ഞെടുത്തതുപോലെ ഈ മറിയെ ദൈവം ഉപയോഗിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം ചിലതിനെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു താലന്ത് കിട്ടിയവൻ ഒന്നും കൂടെ നേടുക, 2 കിട്ടിയവൻ 2 കൂടെ നേടുക, 1 കിട്ടിയവൻ കുഴിച്ചിട്ടതുപോലെ. ആമേൻ. നിങ്ങൾ ആരും കുഴിച്ചിടരുത്. ഇന്നും ഞാൻ എവിടെ വിസിറ്റിംഗ് ഉണ്ട്, രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പോകാമെന്ന് എനിക്ക് വളരെ ആഗ്രഹമാണ്. ഞാൻ പലരോടും ആവശ്യപ്പെടാറുമുണ്ട്, പക്ഷേ അവസരം കിട്ടിയാൽ ഞാൻ പോകാറുമുണ്ട്. പ്രിയ ദൈവസഭയെ, 2 കിട്ടിയവൻ 2 കൂടെ നേടിയതുപോലെ, 5 കിട്ടിയവൻ 5 കൂടെ നേടിയതുപോലെ നമുക്കിവിടെ ദൈവം ഏൽപ്പിച്ച ദൗത്യം അതിനെ വർദ്ധിപ്പിക്കാം. വർദ്ധിപ്പിക്കുന്നവനാ ശോധനയുടെ നടുവിലോ നിരാശയുടെ നടുവിലോ കണ്ണുനീരിന്റെ നടുവിലോ അത് വർദ്ധിപ്പിക്കുന്നവനാ. ആ ന്യായാസനത്തിന്റെ മുൻപിൽ വെച്ച നമ്മെ ഏൽപ്പിച്ച ദൗത്യം തിരിച്ചു ചോദിക്കും. എത്ര പേരെ നേടി, എന്തൊക്കെ ചെയ്തു? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന് വിളിക്ക് യോഗ്യരായി തീരണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ലെന്ന് കിട്ടുന്ന അവസരം കർത്താവിന് വേണ്ടി നമ്മുടെ വീട്ടിൽ ജോലികൾ ഒതുക്കി വെച്ചിട്ട് സമയം വേർതിരിച്ച് ആലയത്തിൽ മുട്ടമടക്ക്. ആമേൻ. എന്റെ ബാക്കി സഹോദരങ്ങളെല്ലാം ഇതിലേക്ക് അവസാനം കടന്നു വന്നു. എന്നെ നിന്ദിച്ച് കളിയാക്കിയ സഹോദരങ്ങളൊക്കെ എന്റെ അച്ഛൻ അമ്പലത്തിൽ നിന്ന് അവസാനം കടന്നു വന്നു. അച്ഛനെ യേശു മർമ്മം നോക്കി തൊടുവാനിടയായി, അച്ഛനും യേശുവിനെ അറിയുവാനിടയായി. എന്നിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്ന പള്ളിമുക്ക് പേയടയിച്ചില്ലേ, അവിടെ കൊണ്ടുകൊടുത്ത അച്ഛൻ ആത്മഹത്യക്ക് വേണ്ടി പ്ലാൻ ഒരുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ 6 എണ്ണത്തിന്റെ കാര്യത്തിൽ അച്ഛനില്ലായിരുന്നു. അച്ഛനെ യേശു തൊട്ടപ്പോൾ അച്ഛൻ എന്റെ വീട്ടിൽ വന്നിട്ട് ആത്മഹത്യക്ക് വേണ്ടി പ്ലാൻ ഒരുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ, ആത്മഹത്യ അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം ക്രിസ്തു. നിങ്ങൾ ചെയ്തു കൂട്ടിയ സകല കുടിമകളും ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചാൽ, ഞാൻ സേവിക്കുന്ന സത്യ ദൈവത്തെ സേവിച്ചാൽ നിങ്ങളെ യേശു രക്ഷിക്കുമെന്ന് പറയുവാനിടയായി. ഞാൻ പോകുന്ന പള്ളിയിൽ കൊണ്ടുകൊടുത്തു. ആ പാസ്റ്ററിലൂടെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ വേല പാസ്റ്ററിലൂടെ ഓടി നടന്ന് ചെയ്തു. അവസാനം പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. പ്രിയ ദൈവസഭയെ, ആരെങ്കിലും നിങ്ങളെ പട്ടണത്തിൽ ഇനിയും വിടിവിക്കപ്പെടുവാനുണ്ടെങ്കിൽ കരഞ്ഞു തുടങ്ങിക്ക്. മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് കരഞ്ഞു തുടങ്ങിക്ക്. തന്നെയുമല്ല, എന്റെ നേരെ അനിയത്തി ഒരിക്കലും ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ വരത്തില്ല. വെല്ലുവിളിച്ച് നിന്നതായ എന്റെ ആ സഹോദരിയ യേശു തൊട്ട് കുടുംബത്തോടെ ഇതിലേക്ക് കയറുന്നു. പക്ഷേ അവൾ കർത്താവിന് വേണ്ടി ചെയ്തു, എല്ലാം ചെയ്തു. സഭയ്ക്കകത്ത് മുട്ടിന്മേൽ നിന്ന് അവൾ ഒറ്റയ്ക്ക് കരയും. കരഞ്ഞ് സഭയിലെ തോട്ടം, ഒരു ചെടിത്തോട്ടം ഉണ്ടാക്കി. ദൈവദാസൻ അവിടെയുള്ള സകല കാര്യം അവളെ ചെയ്യത്തുള്ളൂ. പക്ഷെ ഒരു ഞായറാഴ്ചയായപ്പോൾ അവൾ എല്ലാവരും ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോയി. അവിടുത്തെ ദൈവദാസൻ അന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞത് 2 പേർ പ്രാർത്ഥിപ്പാൻ. ഇവൾ ആത്മാവിന്റെ ശക്തിയിൽ ആത്മനിർഭരത്തോടെ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് സങ്കീർത്തനം പ്രബോധിച്ചപ്പോൾ അവൾ നൃത്തം ചെയ്ത് ദാവീദ് പെട്ടകത്തിന്റെ മുൻപിൽ നൃത്തം ചെയ്ത് ആരാധിച്ചതുപോലെ ആരാധിച്ചു. പക്ഷേ പാസ്റ്റർ പോയപ്പോൾ, കാറിൽ കയറിയപ്പോൾ ടാറ്റ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വിട്ടയച്ച ഇവൾ വച്ചിരിക്കുന്ന ചെടിത്തോട്ടത്തിന് എല്ലാവരും പോയപ്പോൾ വെള്ളം ഒഴിച്ചു കൊണ്ട് നിന്നപ്പോൾ പെട്ടെന്നൊരു ക്ഷീണം വന്നു. ആമേൻ. ക്ഷീണം വന്നപ്പോൾ മകനോട് പറഞ്ഞു, മകൻ ചായ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, മോനെ എനിക്കിപ്പോൾ ചായ വേണ്ട, എനിക്ക് നല്ല ക്ഷീണം വരുന്നു എന്ന് പറഞ്ഞിട്ട് മോൻ ചായ അവിടെ വെച്ചിട്ട് അവൾ പറഞ്ഞത് കരുക്കും വെള്ളം വേണമെന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ കസേരയിലിരുന്ന എന്റെ അനിയത്തി നിലത്ത് വീണ് കിടക്കുകയാണ്.
ചർച്ചിനകത്ത് ഞായറാഴ്ച ഒറ്റയ്ക്ക്. പക്ഷേ കരിക്കും വെള്ളം കൊണ്ടുവന്നിട്ട് ഈ മോൻ വിളിച്ചപ്പോൾ അനക്കമില്ല. അവള് ചർച്ചിനകത്തിരുന്ന കർത്താവിന്റെ രാജ്യത്തിൽ എല്ലാവരും വീടുകളിൽ പോയി അവളെ ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് വളരെ സന്തോഷം ഉണ്ടായി. എന്ന് വെച്ചാൽ ഇവൾക്ക് രക്ഷിക്കപ്പെട്ടല്ലോ. ഇത് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം കിട്ടിയല്ലോ. മുൻപായിരുന്നു ഇവൾ മരണപ്പെട്ടിരുന്നെങ്കിൽ അങ്ങനെ ഒരു അനുജത്തി ഈ അപ്പന്റെ വീട്ടിലെത്തി. ബാക്കി ഞങ്ങൾ 5 പേരുണ്ട്. പ്രിയ ദൈവസഭയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ ദൈവസഭയെ ഇന്ന് പകൽക്കാലം മറിയ ആമേൻ അവളിൽ നിന്ന് 42-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇന്ന് പകൽക്കാലം ഇന്ന് പകൽക്കാലം പ്രിയ മറിയമാരെ ഒരക്ഷരം അറിഞ്ഞുകൂടാത്ത എന്റെ ജീവിതം എന്റെ കർത്താവ് ചില സഭകളെ പണിയേണ്ടതിനാൽ എന്റെ സ്വർഗീയ രാജാവ് എന്നെ നടത്തിയ വിധങ്ങളെ നിങ്ങളോട് ഞാൻ അറിയിച്ചത്. ഇന്ന് പകൽക്കാലം നിന്റെ വിദ്യാഭ്യാസം ചോദിക്കുന്നില്ല, നിന്റെ സൗന്ദര്യം ചോദിക്കുന്നില്ല, നിന്റെ സ്ഥാനമാനങ്ങൾ ചോദിക്കുന്നില്ല, മറ്റൊരു പ്രവൃത്തിയും ചോദിക്കുന്നില്ല. പക്ഷേ എന്റെ യേശുവിന്റെ സന്നിധിയിൽ ആ മറിയെ ഉപയോഗിച്ചതുപോലെ, ആ എസ്തേർ രാജ്യം ഉപയോഗിച്ചതുപോലെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. ചില സഭകൾ നിങ്ങളിലൂടെ പണിയപ്പെടുവാൻ പോകുകയാണ്. അവൾക്ക് അല്പം മതി. ക്രിസ്തുവിന്റെ വചനത്തിനകത്തൊന്ന് അല്പം മതി. അവളിൽ നിന്ന് അപകരിച്ച് കളയുവാൻ ആർക്കും കഴിയത്തില്ല. പ്രിയ ഈ കർത്താവിന്റെ ദാസിക്കറിയാം, ഞാൻ ഓരോ മീറ്റിങ്ങിന് പോകുമ്പോൾ ദൈവദാസനോടും ഈ ദൈവദാസിയോടും പല ദൈവദാസന്മാരോടും എന്റെ കൂടെയുള്ള നമുക്ക് ടീമിന്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ ദൈവദാസൻ. പക്ഷേ ഞാൻ ഈ ദൈവദാസിയോട് കൂടുതൽ വചനം വിളിച്ച് ചോദിക്കുന്നത്, ഞാൻ പറയും കർത്താവിന്റെ ദാസിയെ ഇന്ന വചനം എനിക്ക് യേശു വെളിപ്പെടുത്തി. ഒരു കൺവെൻഷൻ വേദിയിലായാലും ഒരു ചർച്ചില് 4 സെക്ഷൻ മീറ്റിംഗ് ആയാലും 2 ദിവസത്തെ മീറ്റിംഗ് 4 സെക്ഷൻ ആയാലും ഞാൻ ദൈവദാസിയോട് വിളിച്ച് ചോദിക്കും, ദൈവദാസി പെട്ടെന്ന് എനിക്ക് മൊബൈലിൽ ടൈപ്പ് ചെയ്ത വചനം ഇടും. എനിക്ക് വായിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് എനിക്ക് ആ വചനങ്ങൾ ഓരോന്നും വോയിസ് ആയിട്ട് ഇട്ട് തരും. ഇന്നും ആ വചനങ്ങൾ ഇതിനകത്ത് കിടക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഇട്ടത്. അങ്ങനെ കർത്താവ് എനിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ദൈവദാസിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ക്രൂശിന്റെ അറ്റം ചുമക്കുന്നതാണ്. ആയതുകൊണ്ട് പ്രിയ ദൈവസഭയെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ബാക്കി കർത്താവ് ചെയ്യുമെന്ന്. ലോക സംഭവങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളല്ലേ ഓരോ ദിനപത്രങ്ങളും. നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നീ മാറ്റി വയ്ക്കരുത്. നാളത്തെ ദിവസം നമുക്കുള്ള ദിവസമല്ല, സമയം തക്കത്തിൽ ഉപയോഗിക്കാം. മറിയയിൽ നിന്ന് അപകരിച്ച് കളയുവാൻ ഈ ലോകത്തിലൊരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു ആവിഷ്കാരത്തിനും ഒരു മന്ത്രവാദത്തിനും ഒരു ശുദ്രപ്രയോഗത്തിനും ഒരു മറിയയിൽ നിന്ന് എന്റെ ദൈവം നൽകിയ ആ വാഗ്ദത്തത്തെ അപകരിച്ച് കളയുവാൻ കഴിയത്തില്ലെന്ന് ഒരു മറിയ ഒരാലയത്തിലുണ്ടെങ്കിൽ, ഒരു മറിയ ഒരു ആലയത്തിൽ കരയുവാനുണ്ടെങ്കിൽ, ഇടിവിൽ നിന്ന് ദേശത്തിന് വേണ്ടി ഒരു മറിയ, ഒരു എസ്തേർ, ഒരു ലീഡേഴ്സ്, ഒരാലയത്തിൽ, ഒരു വീട്ടിൽ, ഒരു പട്ടണത്തിൽ ഉണ്ടെങ്കിൽ അവരിലൂടെ ദൈവത്തിന്റെ മഹത്വം
എല്ലാവർക്കും അവിടെ കാണണം. നമ്മളിലൂടെ വചനം കേൾക്കുന്നവർ അവിടെ കാണണം. നമ്മളിലൂടെ ഉപദേശം കേൾക്കുന്നവർ അവിടെ കാണണം. അവർ കൈവിടപ്പെടരുത്. ഇന്ന് പകൽക്കാലം മറിയേ, അവർക്ക് നിങ്ങളുടെ നന്മ, നിങ്ങൾ നൽകിയ ശുശ്രൂഷ ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല. യോഹന്നാൻ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. എന്ത് പകൽക്കാലം ഞാൻ പറഞ്ഞു വന്നത്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന്. പ്രിയ മറിയമാരെ, ദൈവസഭയുടെ അകത്തുള്ള മറിയമാരെ, ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവചനത്തിലൂടെ വിളിച്ചു പറയുന്നു, കർത്താവിന് പ്രിയനായവൻ വിടുവിക്കപ്പെടേണ്ടത് നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ ദേശത്തിൽ അവർ ദീനമായി കിടപ്പുണ്ട്. പാപത്തിന്റെ അന്ധകാരത്തിൽ കിടപ്പുണ്ട്. ശാപത്തിന്റെ അന്ധകാരത്തിൽ കിടപ്പുണ്ട്. പാരമ്പര്യ കെട്ടിടത്തിൽ കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, ജീവിതം അവസാനിക്കാമെന്ന് പറഞ്ഞ പലരും കാത്തിരിക്കുന്നവരുണ്ട്. ദൈവത്തിന് പ്രിയനായവൻ വിടുവിക്കപ്പെടണമെന്ന് ദൈവത്തിന്റെ തിരുവെടുത്ത് വിളിച്ച് പറയുമ്പോൾ, നമ്മുടെ രക്തത്തിന് രക്തവും നമ്മുടെ മാംസത്തിന് മാംസവുമായ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ വിടുവിക്കപ്പെടണമെന്ന് എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനുവേണ്ടി മറിയമാരെ, എസ്തേറുമാരെ, ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കാമോ? സമർപ്പിച്ചാൽ നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ദൈവസഭയ്ക്കകത്ത് ആത്മാക്കളെ കൂട്ടം കൂട്ടമായി എസ്തേറുമാരിലൂടെ, മറിയമാരിലൂടെ എന്റെ ദൈവം ചെയ്തെടുപ്പാനിടയാണ്. പക്ഷെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടണം. വചനത്തിന് അകത്ത് നിൽക്കണം. വചനം വിട്ടുള്ള യാതൊരു കളിയും വേണ്ട. ഏക സത്യം ദൈവം ഒന്നേ ഉള്ളൂ. മറ്റൊരു സത്യം ഇല്ല. സത്യം വരയ്ക്ക് കെട്ടുക. സത്യമില്ലാതെ നീ ആരാധിക്കരുത്. സത്യത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, സ്വഭാവത്തിന്റെ ആത്മാവ്, നിഷ്കളങ്കയുടെ ആത്മാവ്, നിർമ്മല ഹൃദയത്തോടെ, മനസാക്ഷി കുറ്റമില്ലാതെ നീ പ്രാർത്ഥിച്ചു നോക്കാൻ. നിന്റെ പട്ടണത്തിലോ, നിന്റെ സഭയിലോ, നിന്റെ കുടുംബ തലത്തിലോ ചിലന്റെ മാനസാന്തരം നിന്റെ കണ്ണാലെ നീ കാണുവാൻ പോകുകയോ? അന്യന്റെ കണ്ണാലല്ല, സ്വന്തം കണ്ണാൽ ഞാനത് കാണും. പ്രിയനായവൻ വിടുവിക്കപ്പെടണം. കർത്താവിന് പ്രിയനായവൻ ദേശങ്ങളിൽ കിടപ്പുണ്ട്. സഭയുടെ ശൂന്യത മാറണമോ? ഒരു മറിയ എഴുന്നേൽക്കട്ടെ, ഒരു എസ്തേർ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ലീഡർ സ്ഥാനം ചിലത് പറഞ്ഞിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങുവാനല്ല വിളിച്ചത്. കപ്പന്റെ അടിത്തട്ടിലും കിടന്ന് യോന ഉറങ്ങിയത് പോലെ ചില ലീഡേഴ്സുമാർ ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്ന് ഉണരുക സഭയെ. കർത്താവ് വരാറായി. നീ മയക്കം
വായിക്കാം. Amen, Jesus. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കലങ്ങി. ഈ പ്രിയനായവൻ വിടുവിക്കപ്പെടേണ്ടതിനാൽ മറിയമാരെ പുതിയ ദൗത്യം ഏറ്റെടുത്തില്ല എങ്കിൽ ഈ നശിച്ചു പോകുന്ന ആത്മാക്കളെ നോക്കിയിട്ട് ചില സഭകളുടെ ശൂന്യത കണ്ടിട്ട് ആമേൻ കർത്താവിന്റെ ഉള്ളം നൊന്ത് കരഞ്ഞു. ഈ വചനം ആരെ കുറിച്ചെന്ന് നമുക്കറിയാം. വചന പാണ്ഡിത്യമുള്ള അഭിഷക്ത ഗണത്തിന്റെ മുൻപില് ഒന്നും അറിഞ്ഞുകൂടാത്ത ഈ സാധുവായ എന്റെ പ്രാണപ്രിയൻ അല്പസമയത്തേക്ക് നിർത്തിയത് എന്റെ പ്രാണപ്രിയൻ തരുന്ന വചനത്തിന്റെ വെളിപ്പാട്. ഞാൻ ദേശത്തെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച്, സഭകളെ കുറിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഭകളുടെ ശൂന്യത കണ്ടിട്ട് എന്റെ പ്രാണപ്രിയൻ അവൻ ഉള്ളം നൊന്ത് കരഞ്ഞു. ചില ലീഡേഴ്സുമാര് ചിലരുടെ ദൗത്യങ്ങളെ ഏൽപ്പിച്ചിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട നിലവാരത്തിലാണ് പ്രയോജനപ്പെടാതെ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കേണ്ട നിലവാരത്തിലാണ് പ്രകാശിക്കപ്പെടാതെ കപ്പന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ചില യോനെ പോലുള്ള ലീഡേഴ്സുമാരെ കണ്ടിട്ട് കർത്താവിന്റെ ഉള്ളം നൊന്ത് കരഞ്ഞു. ഇന്ന് പകൽക്കാലം കർത്താവിനെ കരയിപ്പിക്കരുത്. കർത്താവിനെ കരയിപ്പിക്കരുത്. കർത്താവിന്റെ അടി എവിടെ കൂടെ വരുന്നത് കാണാൻ അറിയത്തില്ല. കർത്താവിനോട് ഉഴപ്പൻ മട്ടിൽ ക്രിസ്തീയ ജീവിതം നയിക്കരുത്. ഉഴപ്പ് മാറ്റ, ഊട്ടായ്പ് മാറ്റ, വ്യാജം മാറ്റ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാച്ചാടുന്നത് മാറ്റ, ഫോൺ കോളിലൂടെ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക. മാർത്തയെ പോലെ പലതും വിളിച്ചു വാരി പറയാതെ ആ വർത്തമാനത്തിലൂടെയല്ലേ ദൈവം ഏൽപ്പിച്ച ആ പ്രകാശനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് പലകാലം മടങ്ങി വരിക. മടങ്ങി വരുന്നവനോ വിളക്കൊരിക്കൽ കൂടെ ആളെ കത്തിക്കുവാൻ പോയ ദൈവം ഉപയോഗിക്കുവാൻ പോയ നാളത്തെ ദിവസം നമുക്കുള്ള ദിവസമല്ലേ. ആമേൻ ജീസസ്. എന്റെ 36-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. യേശു കണ്ണുനീർ വാർത്തു. യേശു പട്ടണത്തിൽ ഗ്രാമത്തിൽ നശിച്ചു കിടക്കുന്ന ജനത്തെ ഓർത്ത് യേശു കണ്ണുനീർ വാർത്തു. നമ്മുടെ മറിയമാർക്ക്, എസ്തേർമാർക്ക്, ദൈവസഭയ്ക്കും നശിച്ചുകൊണ്ട് കിടക്കുന്ന ദൈവത്തിന് പ്രിയനായവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് കരയുവാൻ, കണ്ണുനീർ വാർക്കുവാൻ, ഉള്ളം നൊന്ത് കരയുവാൻ മനസ്സില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം, സ്വന്തം കാര്യം സിന്ദാബാദ്. ആമേൻ. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിളിക്കുന്നതല്ലെന്ന് ക്രിസ്തീയ ജീവിതം. നമ്മുടെ രക്തത്തിന്
യേശു പിന്നെയും ഉള്ള നൊന്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയ്ക്കകത്ത്, ശവക്കോട്ടയ്ക്കകത്ത് പോകുവാൻ വേണ്ടി വിധി എഴുതിയിരിക്കുന്ന ചിലതിന്റെ അടുക്കൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിയുമോ? ദൈവസഭയെ എത്തുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പകലിന് തീരുമാനം എടുക്കാതെ പോകരുത്. ആമേൻ. ആമേൻ. യേശുവിന്റെ പിൻഗാമികളല്ലേ ഞാൻ നിങ്ങൾ? യേശു ചെയ്ത മാതൃക നമ്മൾ ചെയ്യട്ടെ. ഒരുവൻ കട്ടത്തിൽ കിടന്ന ലോകത്തിൽ നിലവിളിക്കുമ്പോൾ, നമ്മുടെ അയൽവക്കത്ത് കിടന്ന് നിലവിളിക്കുമ്പോൾ, അവരുടെ അടുക്കൽ യേശു ഉള്ള നൊന്ത് കരഞ്ഞതുപോലെ ചേർന്ന് ഉള്ള നൊന്ത് കരഞ്ഞത് പ്രാർത്ഥിച്ച് നോക്കാം. നിന്റെ കണ്ണുനീരിന് മറുപടി ഉണ്ടോ ഇല്ലയോ എന്ന് നീ നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. നിങ്ങൾ ഇരിക്കുന്ന സഭകളിൽ ആത്മാക്കൾ കൂടുമോ ഇല്ലയോ എന്ന് നോക്കാൻ. ആമേൻ. ജീസസ്. അപ്പാമയച്ചേ യേശു പിന്നെ ഉള്ള നൊന്ത് കരഞ്ഞു. ആമേൻ. കല്ലറയ്ക്കലെത്തി. 3 പ്രാവശ്യം പറഞ്ഞിരിക്കുക ഈ തിരുവഴുത്തിൽ. യേശു കണ്ണുനീർ വാർത്തു, യേശു ഉള്ള നൊന്ത് കരഞ്ഞു. ആമേൻ. 3 അടുത്ത് പറഞ്ഞിരിക്കുക. വേണമെങ്കിൽ സ്വീകരിച്ചോ. ആമേൻ. എനിക്കിതൊന്നും കാര്യമില്ല. എന്നെ കർത്താവ് ഏൽപ്പിച്ചത് ഞാൻ ഓടാൻ വേണ്ടി എല്ലാ ദൈവദാസനും എടുത്ത് പറയും. നമുക്ക് ഒരു സമയവും എന്ന് വെച്ചാൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്താ? ചെവി ഉള്ളവൻ കേൾക്കട്ടെ. കേട്ടനുസരിക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കട്ടെ. കേട്ടനുസരിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടട്ടെ. ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കർത്താവ് മറിയാമ്മമാരെ വിളിക്കും, എന്നെയും വിളിക്കും, നിങ്ങളെയും വിളിക്കും, എല്ലാവരെയും വിളിക്കുമ്പോൾ ചോദിക്കും, ഞാൻ ഇന്ന് തന്നില്ലേ? ഇന്ന വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കാനല്ലേ തന്നത്? ഇന്ന സഭയുടെ ശൂന്യത മാറാനല്ലേ തന്നത്? ഇന്ന വ്യക്തിക്ക് മാനസാന്തരത്തിന് വേണ്ടി തന്നപ്പോൾ നീ കപ്പന്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി തിന്ന് കുടിച്ച് ഉറങ്ങിയോ? ഉറങ്ങിയെങ്കിൽ നീ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് പോകും. എന്റെ സ്ഥലം അത്. ഈ ഒരു ഭയത്തോടെയാ ഞാൻ ഓടുന്നത്. ആമേൻ. ആമേൻ. പ്രിയ ദൈവസഭയെ, തന്നെയുമല്ല അതിന്റെ താഴോട്ടൊന്ന് വായിച്ചേ. അതിന്റെ 43-ാം വാക്യം. യേശു പ്രിയനായവൻ വിടുവിക്കപ്പെടേണ്ടതിനാ കല്ലറയുടെ അടുക്കലെത്തി. ഉള്ളം നൊന്ത് കരഞ്ഞു. ആമേൻ. അടുത്ത് വായിച്ചത് വായിക്കേ. കല്ലറയുടെ അടുക്കൽ ചെന്ന് ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഉറക്കെ വിളിക്കുന്നത് ആത്മാവിന്റെ ശക്തി. ആത്മാവിന്റെ ശക്തിയിൽ യേശു ഉറക്കെ വിളിച്ചു. എവിടെ ചെന്ന് നിന്നിട്ടാ വിളിച്ചത്? കല്ലറയുടെ വാതിൽക്കൽ ചെന്ന് നിന്നിട്ടാ വിളിച്ചത്. ചിലർക്ക് ഉറക്കെ വിളിക്കുന്നത് പേടി. അപ്പുറത്തുള്ളവര് കേൾക്കും, ഇപ്പുറത്തുള്ളവര് കേൾക്കും, അവിടെ കേൾക്കും, ഇവിടെ കേൾക്കും. ആര് കേട്ടാലും നമുക്കെന്ത്? അന്ധകാര പൈശാചിക മൂർത്തിയോട് പറ, അന്ധകാര പൈശാചികനെ എനിക്ക് യേശു തന്ന ശബ്ദത്തിൽ, എനിക്ക് യേശു തന്ന ആത്മശക്തിയിൽ, ആത്മബലത്തിൽ, ആത്മധൈര്യത്തിൽ ഞാൻ വിളിക്കും. അവൻ പുറത്തു വരും. അന്ധകാര ശക്തിയെ നീ എന്റെ ശബ്ദത്തെ കീഴടക്കുവാൻ നീ
ഇവിടെയുള്ള യേശുവിന് പ്രിയനായവർ ഇടിവിക്കപ്പെടേണ്ടത് നമ്മളെ പട്ടണത്തിൽ കിടക്കുന്നവർ അടുക്കൽ പോയി ചില അന്ധകാര ശക്തിയോട് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ ലാസറേ പുറത്തു വരിക. അതിനെ തടസ്സം ചെയ്യുന്ന അന്ധകാര ശക്തിയോട് പറ, അന്ധകാര ശക്തി, എന്റെ ദൈവമായി എനിക്ക് ഈ ദൗത്യം തന്നു, എന്റെ ദൈവമായി എനിക്ക് അധികാരം തന്നു, എന്നെ തിരഞ്ഞെടുത്തത് എന്റെ ദൈവമാണ്. എന്റെ ശബ്ദത്തിനെതിരായി നീ എഴുന്നേൽക്കുവാൻ നിനക്ക് കഴിയത്തില്ല. അന്ധകാര ശക്തിയെ നീ വഴിമാറെന്ന് പറ. അന്ധകാര ശക്തിയെ നോക്കിയിട്ട് പറ, അന്ധകാര ശക്തിയെ നിന്റെ പ്ലാന് നോ, എന്റെ ദൈവത്തിന്റെ പ്ലാന് എന്നിൽ വലുതത്രേ. ആമേൻ ജീസസ്, ആമേൻ ജീസസ്. ലാസറേ പുറത്തു വരിക. 44 വായിച്ചേ. ലാസറേ പുറത്തു വരിക എന്ന് എന്റെ യേശു ഉറക്കെ വിളിച്ചപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. ആമേൻ. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. ചില സഭകളുടെ വളർച്ചയെ, ഉയർച്ചയെ, നന്മയെ കെട്ടിയ ചില അന്ധകാര ശക്തി ഇന്ന് പകലില്ല. അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ, അവൻ പോകട്ടെ. ഇന്നിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സേന, ദൈവത്തിന്റെ സേന, ദൈവത്തിന്റെ സ്ഫോടനം ഇന്ന് ചില പട്ടണത്തിന്റെ മേൽ, ഇന്ന് ചില സഭയുടെ മേൽ ദൈവം അത് അയക്കുകയില്ല, അയക്കുകയില്ല. ആമേൻ. വചനം ആകാശത്തിൽ നിന്ന് സാത്താൻ മിന്നൽ വീഴുന്നത് പോലെ ദൈവജനം ഉറക്കെ അധികാരത്തോടെ, അഭിഷേകത്തോടെ ദൈവത്തിന്റെ ആത്മാവിൽ ചലിച്ചു തുടങ്ങുമ്പോൾ സാത്താൻ ആകാശത്തിൽ നിന്ന് മിന്നൽ വീഴുന്നത് പോലെ അവൻ വെട്ടേറ്റ് വീഴും. ചില സഭകളെ അപഹരിക്കുന്ന ദുരാത്മാവുണ്ട്, പൈശാചിക ബലങ്ങൾ വെട്ടേറ്റ് വീഴുകയാണ്. അവനെ കെട്ടഴിപ്പേ, അവൻ പോകട്ടെ, അവനെ കെട്ടഴിപ്പേ, അവൻ പോകട്ടെ. ദൈവത്തിന്റെ അഭിഷേകത്തിനെ ചിലതിന്റെ മേൽ ചില അധികാരത്തോടെ, അഭിഷേകത്തോടെ ദൈവത്തിന്റെ സകല ഉറക്കെ പ്രാർത്ഥിച്ച് ചില അന്ധകാര ശക്തികൾ വഴിമാറുവാൻ പോയ, വഴിമാറുവാൻ പോയ. ആരാ പറഞ്ഞ വഴിമാറില്ലെന്ന്? അവനോട് പറഞ്ഞ നിന്റെ പദ്ധതി നോ. പ്രിയ ദൈവസഭയെ, ഇങ്ങനെ ഓരോ കൺവെൻഷൻ വേദികളില് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ അരുളപ്പാടും വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേശത്തെ വീടുകളിൽ ഇരിക്കുന്ന പൈശാചികനാൽ നിയന്ത്രിക്കുന്ന ചില കുറ്റങ്ങള് വിട്ടുവീഴ്ചപ്പെട്ട ഞങ്ങളുടെ ചർച്ചില് അംഗങ്ങളായി വന്നിട്ടുണ്ട്. ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്, വെറുതെ വിളിക്കരുത്. ദൈവത്തിന്റെ അഭിഷേകത്തിൽ വിളിക്കണം, അധികാരത്തിൽ വിളിക്കണം, വിശുദ്ധി വേർപാടിൽ നിന്നിട്ട് വിളിക്കണം. ഇല്ലെങ്കിൽ ഉറക്കെ വിളിക്കുമ്പോൾ അവൻ വന്ന് ഞങ്ങളെ കൂടെ ഇങ്ങ് വരും. അവൻ വന്ന് നമ്മളെ വീട്ടിനകത്തിരിക്കും. അവൻ വഴി മാറണമെങ്കിൽ വചന അടിസ്ഥാനത്തില്. ഇങ്ങനെ ഉറക്കെ വിളിക്കുമ്പോൾ ഈ മൈക്കിലൂടെയുള്ള ശബ്ദം കേട്ട ചില രോഗികൾ ദേശത്ത് സൗഖ്യമായി ഞങ്ങളുടെ ആലയത്തിലെ അംഗങ്ങളായി വന്നിട്ടുണ്ട്. ആമേൻ. പലരും പറയും ഈ ശബ്ദം ചെവികളിൽ അടിക്കുമ്പോൾ അവർക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. അന്ധകാര ശക്തിയെ വിട്ടേണ്ടതിനാ നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്.
പോകോളം ഞാൻ എന്റെ യേശു പാപ്പയ്ക്ക് വേണ്ടി പോകും. ആമേൻ. പലയിടങ്ങളിലും എന്റെ യേശു പാപ്പ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ട് പലരും എന്നെ വിളിക്കാറുണ്ട്. ആമേൻ. ഞാൻ പറയും, ഞാൻ എന്റെ യേശു പാപ്പയുടെ മുൻപിൽ ഒന്ന് വീണ് കിടക്കുകയാണ്. അപ്പന്റെ ഹിതം എന്നിൽ നിവർത്തിയാകട്ടെ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, എല്ലാം അപ്പന്റെ ഇഷ്ടം. അപ്പന്റെ ഇഷ്ടത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം എന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ദൈവസഭ പ്രാർത്ഥിക്കണമേ. ഇന്ന് പകൽക്കാലം ഒരു എസ്തേർ ഉണ്ടെങ്കിൽ, ഒരു മറിയ ഉണ്ടെങ്കിൽ അവന്റെ കെട്ടഴിപ്പിൻ എല്ലാവർക്കും അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിന്ന് എന്റെ ദൈവത്തെ ഒരു പാട്ട് പാടി ഒന്ന് ആത്മശക്തിയോടെ ഇന്ന് കേൾപ്പിച്ച ദൈവത്തിന്റെ വചന അഭിഷേകത്തിലൂടെയും കേൾപ്പിച്ച ദൈവവചന അടിസ്ഥാനത്തിൽ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ അധികാരം, സമർപ്പണം ഉള്ളവരുടെ മേൽ ഇന്ന് ദൈവം ചെയ്യുവാൻ പോകും. ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ മുൻപിലേക്ക് കടന്നു വന്നാൽ ഞങ്ങളുടെ അഭിഷേകത്തെ ഞങ്ങൾ ഒരുമിച്ച് നഷ്ടപ്പെട്ടു പോയ ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവം പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം പാട്ടിന്റെ ഇരടികൾ പാടി ശക്തമായ ആത്മാവിൽ സമർപ്പണത്തോടെ എന്ന് ആരാധിച്ച് മടങ്ങും. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണോ സലിലമാരേണോ വിജയമുഴസോ വേലസേയോ. പിന്മഴ നൽകേണോ
സഭയെ പിടിച്ചെടുക്കുന്നു